എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ മസാലക്കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോയിലധികം മീനാണ് എടുത്തിരിക്കുന്നത്. ചൂര മീനാണ്, അതായത് ചെറിയ സൈസ് മീനാണ്. ഇതേ വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ അളവിൽ, അരമുറിയിൽ കുറവേ ഉള്ളൂ. പിന്നെ 2 നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, 2 മീഡിയം സൈസ് സവോള. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് അന്ന് ചൂടായി വരുമ്പോൾ 2 സ്പൂൺ മല്ലി, ഒരു 10 വറ്റൽമുളക്, പിന്നെ ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5-6 വെള്ളുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇതുപോലെ ഒന്ന് സെറ്റായി വരുന്ന സമയം നമ്മൾക്ക് ആ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലക്കറിക്ക് അധികം തേങ്ങയൊന്നും ആവശ്യമില്ല. അപ്പോൾ തേങ്ങ കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ചുവക്കെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയും മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ചുവക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4-5 ഇതൾ കരിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ പരുവത്തിലാകുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഇതുപോലെ ഒരു മീൻ കറി വെച്ച് നോക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാള നേരത്തെ എടുത്ത് വെച്ചത് പൊടിയായി അരിഞ്ഞത്, ഇതുപോലെ പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് കീറി ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ഇനി അതിലേക്ക് ആവശ്യമായ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതേപോലെ വഴന്ന് വരുന്ന സമയത്ത് ആ ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മീൻ കറിക്ക് സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട് ഇത് ഉണ്ടാക്കാം. പക്ഷേ ഇത് നമ്മൾ പൊറോട്ട ചപ്പാത്തിക്കെല്ലാം കഴിക്കാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്നൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. അതൊന്ന് ശരിക്കും ഒന്ന് മെൽട്ടായി വരാനാണ്. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതേ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ആ പുളി മൊത്തം ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആ പുളിയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് നേരത്തെ അരച്ച് വെച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല കൂടി ചേർത്ത് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു കട്ടിക്ക് ഉള്ള ചാറായിരിക്കണം, വല്ലാതെ ലൂസായി പോകണ്ട. അപ്പോൾ ആ മിക്സിയുടെ ജാർ കഴിയ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ആ കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഗ്രേവി തിളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾക്ക് ആ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചൂര മീനായതുകൊണ്ട് തന്നെ ഇത് വെന്ത് പൊട്ടിപ്പോകുന്നില്ല. അതുകൂടി ചേർത്ത് അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുക്കണം. എന്തായാലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. നമ്മൾ പൊറോട്ട, ചപ്പാത്തി, അപ്പം, പത്തിരിക്കെല്ലാം നല്ല സൂപ്പറായിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇത് കുറുകി വരണം. അപ്പോൾ മസാലയിൽ കിടന്ന മീനൊക്കെ ഒന്ന് ശരിക്കും നല്ല ടേസ്റ്റാവും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ മീനൊന്നും വെന്തിട്ടില്ല. അപ്പോൾ നമ്മളിതിനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കൂടി ഒരു 10 മിനിറ്റ് ഇട്ട് വയ്ക്കാം. 10 മിനിറ്റ് കൂടി കഴിഞ്ഞു. നമ്മളെ കറിയൊക്കെ നല്ല കളറായി കുറുകി അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും.
ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഉപ്പ് പോരാകെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരല്പം ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു വറവാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 തവണ അതിൽ എണ്ണ ചേർത്തുകൊണ്ട് വറവിന് അധികം എണ്ണയൊന്നും വേണ്ട. ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കുക. അത് ചൂടാവുന്ന സമയത്ത് ഒരു 3-4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് അതിലേക്ക് മൂപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വറവ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഈ കറി ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ അടിപൊളി മീൻ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കളറും നല്ല ഭംഗിയായിട്ട് നല്ല രുചികരമായ ഫിഷ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.